ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദേവ്സ് കുക്കിംഗ് ബുക്ക്. മഴയും കോവിഡും കാരണം എല്ലാവരും സുഖമാണോ എന്ന് ചോദിക്കുന്നില്ല, എങ്കിലും എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു അടിപൊളി ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. മലയാളികളുടെ ഒരു ട്രഡീഷണൽ ഫുഡ് ഐറ്റം തന്നെയാണിത്. എന്നാൽ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ? ഇതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഞാനൊരു 500 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. മല്ലിപ്പൊടി വേണം, അതുപോലെ കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം, ഒരു 4-5 കഷ്ണം വെളുത്തുള്ളി വേണം, അതുപോലെ വലിയൊരു ടൊമാറ്റോയും ഒരു 4 പച്ചമുളക് കീറിയതും, പിന്നെ 2 വലിയ സവാള കട്ട് ചെയ്തത്. ക്യൂബ്സ് ആയിട്ട് നൈസായിട്ടാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആദ്യം ഈ ചെമ്മീനൊന്ന് മാരിനേറ്റ് ചെയ്യാം. അതിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. നമുക്കിത് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഇനി ഫ്രിഡ്ജിൽ വെക്കേണ്ടതാണ്. എന്നിട്ട് മാത്രമേ ഇത് ഫ്രൈ ചെയ്യാവൂ. എല്ലായിടത്തും നന്നായിട്ട് മസാലയൊന്ന് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്കിത് ഫ്രിഡ്ജിലോട്ട് മാറ്റാം. നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് മസാലയൊക്കെ ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ഫ്രൈ ചെയ്യണം. ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ഉപയോഗിക്കുന്നത്, അത് തന്നെയാണ് ഇതിന് നല്ലത്. നമുക്കൊരു ഷാലോ ഫ്രൈ ആക്കി എടുക്കാം, ഡീപ്പാക്കണ്ട, ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കാം. 2 ബാച്ചായിട്ട് ഞാനിത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെമ്മീനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാടങ്ങ് വേവിക്കണ്ട, കുറച്ചൊരു മീഡിയം വേഗം മതി. കാരണം ഇനിയും ഞാൻ സവാള ചേർത്തൊന്ന് ചെറുതായിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വേവിക്കുന്നുണ്ട്. ഇതാ ഇത്രയും ആകുമ്പോൾ നമുക്ക് ഇതൊന്ന് വറുത്ത് പോരാം. ഇനി അടുത്ത ബാച്ച് കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ പോലെ സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് അതേപോലെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി അടുത്ത സ്റ്റെപ്പിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യത്തിന് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കാം. അതുപോലെ അത് ചൂടാകുമ്പോഴത്തേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കാം. ഇനി വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പിലയും. ഇതൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ചെയ്യാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഇടത്തരം വലിപ്പമുള്ള ഇഞ്ചിയാണ് എടുത്തത്. ഒരുപാടൊന്നും ഇഞ്ചി വേണ്ട, ആവശ്യത്തിന് മതി. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിക്കാം. എന്നിട്ട് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സാധാരണ നമ്മൾ പാനിലൊക്കെ ഫ്രൈ ചെയ്യും പോലെയല്ല, ചട്ടിയിലാകുമ്പോൾ സവാള ഫ്രൈ ആയി വരാൻ കുറേ സമയം എടുക്കും. നമുക്ക് പച്ചമുളക് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ക്ഷമയോടുകൂടി തന്നെ ഇത് ചെയ്യണം, കാരണം അത് ബ്രൗൺ കളറാവാൻ ഇത്തിരി ലേറ്റ് ആവും. നമുക്ക് ശകലം ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് വഴന്ന് കിട്ടിക്കോളും. ഇത് ഏകദേശം ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇട്ടത്, അതിട്ട് കൊടുക്കാം. അതുപോലെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് വഴറ്റണം. ഇനി നമുക്ക് ആ ടൊമാറ്റോ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു 1/4 കപ്പ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം, കാരണം ചിലപ്പോൾ ചട്ടിയിൽ അത് പിടിക്കാൻ സാധ്യതയുണ്ട്. വേണമെങ്കിൽ കോക്കനട്ട് ഓയിലായാലും മതി. ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് നമുക്ക് ആ ചെമ്മീനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 5 മിനിറ്റ് നമുക്ക് ഒരു ചെറു തീയിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്, നല്ല ടേസ്റ്റാണ് ഈ സംഭവം. നമുക്കിനി ഒരു സാധനം കൂടെ നമുക്കിതിനെ ആഡ് ചെയ്യാനുണ്ട്. 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. കാണുമ്പോൾ തന്നെ നാവിൽ വെള്ളമൂറുന്ന ഒരു ചെമ്മീൻ റോസ്റ്റാണിത്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ചൂട് ചോറിനൊപ്പമോ ചപ്പാത്തിക്കോ അപ്പത്തിൻ്റെ എന്തിൻ്റെ ഒപ്പമോ നിങ്ങൾക്കിത് കഴിക്കാം. നിങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെടും. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റ് ബോക്സിൽ ഇടുക. ഇനി ഒത്തിരി റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ
ഗുഡ് ബൈ.